ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ജൂൺ 14 എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് എനിക്ക് 23 വയസ്സായി. അപ്പം സുഹൃതാട്ടൻ രാവിലെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിനി. അപ്പം എനിക്കാണെങ്കിൽ അമ്പലത്തിൽ പോകണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിനി. പക്ഷെ ഇന്നലെ ഞാൻ പീരീഡ്സ് ആയിപ്പോയി. ഇതെന്തേന്ന് അറിയില്ല, എനിക്ക് എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസം തന്നെ ഞാൻ ഇങ്ങനെ ആയിപ്പോന്ന്. കഴിഞ്ഞ മാസം എൻ്റെ തറവാട്ടിൽ തെയ്യത്തിൻ്റെ സമയത്തായി, ഇപ്രാവശ്യത എൻ്റെ ബർത്ത്ഡേ ഒരു സമയത്തായി. ഞാനും സുഹൃത്തായിട്ടും ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ ചിക്കൻ എവിടുന്നാന്ന് മേടിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നത്, അപ്പുറത്തുനിന്ന് മേടിക്കേണ്ട ഇപ്പുറത്തുനിന്ന് മേടിക്കുന്നെല്ലാം പറഞ്ഞിട്ട് സ്ഥലം പറഞ്ഞിരുന്നു. പെപ്പയാണെങ്കിൽ രാവിലെ വീട്ടിൽ വന്നിട്ട് ഇന്ന് മണിയുടെ ബർത്ത്ഡേ എന്നാൽ ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയതാണ്. ഞാനും സുഹൃത്തായിട്ടും അങ്ങനെ നേരെ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇന്നലെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ കാല് കട്ടിലിന് വെച്ച് അടിച്ചിട്ടുണ്ടായിനി. അതായത് എനിക്ക് കിടക്കുന്ന സമയത്ത് കാല് പെട്ടെന്ന് ഇങ്ങനെ കയറ്റി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ആ പെട്ടെന്ന് ഇങ്ങനെ കയറ്റി വെക്കുന്ന സമയത്ത് എൻ്റെ കട്ടിലിന് വെച്ചടിച്ചു കാല്. രാത്രിക്കാണ്ട് അത്ര വലിങ്ങനെ ഞാൻ അറിഞ്ഞിട്ട. രാവിലെ ചെറുതായിട്ട് കാലുവേദന ഇങ്ങനെ വന്നുകൊണ്ടുണ്ടായിന്. എന്നാലും അത്ര വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിനി. ഞാനിങ്ങനെ സുഹൃത്താട്ടൻ്റെ കൈ പിടിച്ചാണ് നടന്നത്. അപ്പോൾ ഈ വേദന വന്ന സമയത്ത് തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഓയിൽമെൻറ്റ് മേടിച്ചിട്ട് തടവിയിട്ടുണ്ടായിനി. അച്ഛൻ്റെ അടുത്ത് വേദന പോകുന്ന ഒരു ഓയിൽമെൻറ്റ് ഉണ്ടായിനി. അപ്പോൾ ഞാൻ അതെല്ലാം തടവി പിടിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ചിക്കൻ മേടിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത്. ചിക്കൻ മേടിച്ച് തിരിച്ച് പോകാൻ നേരം നല്ല മഴയാണ് ഉണ്ടായത്. നമ്മൾ രണ്ടാളും കോട്ട് എടുത്തിട്ടുണ്ടായിട്ടാണ്. അതുകൊണ്ട് കുറച്ച് മഴയൊന്ന് കുറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അച്ഛനും സുഹൃത്താട്ടെല്ലാം കൂടി ടോട്ടൽ എനിക്ക് 3 ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. സുഹൃത്താട്ടൻ 2 മേടിച്ചു തന്നു, അച്ഛൻ 1 മേടിച്ചു തന്നു. ഞാനാണെങ്കിൽ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായത്. എനിക്കിങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ഡ്രസ്സാണ് ഇഷ്ടം. ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തി കിടക്കുന്ന ഡ്രസ്സൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം ഇത് നല്ല ഇടാനും നല്ല സുഖമായിട്ട് തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായത്. ബാക്കി രണ്ടും എനിക്ക് ചെറുതായിട്ട് ലൂസ് ഉണ്ട്. അപ്പം സ്റ്റിച്ച് ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബനിയൻ ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ ചെറുതായിട്ട് മഴ കുറഞ്ഞപ്പം ഞാനും സുഹൃത്താട്ടനും നേരെ വീട്ടിലേക്ക് വിട്ടാടും അമ്മ നല്ല അടപ്പായസം ആക്കി വെച്ചിട്ടുണ്ടായിനി. ബർത്ത്ഡേ അന്ന് സുഹൃത്താട്ടൻ പാലക്കായം തട്ട് പോവാന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. നമുക്ക് എല്ലാവർക്കും രാവിലെ എണീച്ച് പാലക്കായം തട്ട് പോവാ, അവിടെ നല്ല അടിപൊളി വ്യൂ ആന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി. ഞാനും സുഹൃത്താട്ടനും മുന്നേ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇവിടുന്ന് അച്ഛൻ അമ്മ അച്ഛനൊന്നും അങ്ങനെ അങ്ങോട്ടേക്ക് ഇതുവരെ പോയിട്ടില്ല. അപ്പം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പോകാനും കുറച്ച് ദൂരമുണ്ട്. അച്ഛനാണെങ്കിൽ കാർ എടുത്തിട്ട് കുറച്ചൊരു സാഹസികം നിറഞ്ഞൊരു യാത്ര തന്നെയാണ്. വണ്ടി എടുത്ത് പോകാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം പിന്നെ ഓർക്കുമ്പം എന്തോ ഒരു പേടി. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു, ചോദിച്ചു അങ്ങോട്ടേക്ക് വേണ്ട, അച്ഛന് വണ്ടി എടുക്കാനും ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും, വേറെ സ്ഥലം നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ സെക്കൻഡ് സാറ്റർഡേ ആണ് ഉണ്ടായത്. അപ്പോൾ ഇന്നലെ ഞാനെന്നാൽ അച്ഛനോട് പറയുന്ന ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും കൂടി റിസോർട്ട് ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, റിസോർട്ട് ബുക്കാക്കാം, നമുക്കെല്ലാവർക്കും റിസോർട്ടിൽ നിന്ന് ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് പറഞ്ഞു. ഇന്നലെ വിളിച്ചുകൊണ്ട് എല്ലാ റിസോർട്ടും ഫുള്ളാണെന്നുണ്ടായത്. അത് ഈ പ്രത്യേകിച്ച് ഈ ഒരു സമയം ശനി ഞായറെല്ലാം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഫുള്ളാണെന്നുണ്ടായത്. അപ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടി മുന്നേ വിളിക്കണമായിരുന്നു. കുറേ സ്ഥലത്ത് വിളിച്ചു നോക്കിയിട്ടുണ്ടായിന്, എല്ലായിടത്തും ഫുള്ളാണെന്നുണ്ടായത്. എന്തായാലും ഇന്നും നാളെയും പറ്റൂല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, മുന്നേ ബുക്കാക്കണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായത്. ഇപ്പോൾ റിസോർട്ടും ഫുള്ളായ സ്ഥിതിക്ക് ഞാൻ സുഹൃത്താട്ടോട് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിലാണ് ഉണ്ടായത്. കുഞ്ഞാവാണെങ്കിൽ ഇപ്പോൾ സുഹൃത്താട്ടിന് ചായ എടുത്ത് കൊടുക്കുകയാണ്. ഞാൻ രാവിലെ മുതലേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്നെല്ലാം വിചാരിച്ചതാണ്. പിന്നെ രാവിലെ എൻ്റെ ഈ കാലുവേദനയെല്ലാം കൊണ്ട് കുറച്ചൊന്ന് കുറയട്ടെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ രാവിലെ കാലിന് ഓയിൽമെൻറ്റ് തേച്ച് പിടിപ്പിച്ച് കുറേ നേരം കാല് തടവി. എന്നിട്ടും വലിയൊരു കുറവ് ഉണ്ടായിട്ടാ. ഇപ്പോൾ ഈ ഒരു സമയത്തെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ വേദന ഇങ്ങനെ വന്നുകൊണ്ടുണ്ടായിരുന്നു. സുഹൃത്താട്ടനും കുഞ്ഞാവയും ഒരേ ടൈപ്പാണ്. രണ്ടാൾക്കും ഈ ചോക്ലേറ്റ്, കേക്ക്, അതുപോലെ ബിസ്ക്കറ്റ് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ ഈ കേക്ക് ബിസ്ക്കറ്റ് എല്ലാം മേടിച്ചിട്ടുണ്ടെങ്കിൽ അധികം തീർക്കൽ ഇവർ രണ്ടാളും മാത്രമേ ആയിരിക്കും. വേറെ ആരും അങ്ങനെ ഇതൊന്നും കഴിക്കൂല. ഞാനിപ്പോൾ ഈ ചോക്ലേറ്റ് കഴിക്കലുണ്ട്, പക്ഷെ ബിസ്ക്കറ്റൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞ് ചായ കുടിച്ചു. അതിനിടയിലാണ് അനിയത്തി വന്നിട്ടുണ്ടായത്. ചിലവർ ഈ ബർത്ത്ഡേ ആഘോഷിക്കൽ നക്ഷത്രം നോക്കിയിട്ടായിരിക്കും. ഞാൻ പണ്ട് മുതൽ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം അധികം ആളൊന്നും ഞാൻ കാണലുണ്ട്. ഇന്നെൻ്റെ നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാണ്ട് നക്ഷത്രത്തിൻ്റെ ദിവസം ഇങ്ങനെ സ്വീറ്റ്സ് എന്തെങ്കിലും കൊടുക്കുന്നത്. ഞാൻ പണ്ട് മുതലേ ബർത്ത്ഡേ ആണ് ആഘോഷിക്കൽ. ഈ നക്ഷത്രം വരുന്ന ദിവസം അമ്മയെ നോക്കി വെക്കും എൻ്റെ നക്ഷത്രം എപ്പാണെന്നുള്ളത്. ഈ നക്ഷത്രം വരുന്ന ദിവസം നമ്മൾ അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും കഴിപ്പിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലേ. ഇപ്രാവശ്യം ആണെങ്കിൽ നക്ഷത്രം വിട്ടുപോയി, നമുക്കങ്ങനെ ആരും ഓർത്തിട്ടുണ്ടായിട്ടാ. എല്ലാവരും ഓരോരോ തിരക്കാന്നുണ്ടായത്. ഇപ്പം അമ്മമ്മയാണെങ്കിലും കുറേ തിരക്കും കാര്യമെല്ലാമായി കൊട്ടിയൂർ പോയിട്ട് ഇത് ഇന്നലെ വന്നത്രേ. അപ്പം അങ്ങനെ കുറേ തിരക്കെല്ലാം കൊണ്ട് നമ്മയാണെങ്കിൽ ഈ നക്ഷത്രം അങ്ങ് വിട്ടും പോയി. നക്ഷത്രത്തിൻ്റെ അന്ന് അമ്പലത്തിൽ പോയിട്ട് ഒന്നും കഴിപ്പിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മക്ക് ഭയങ്കര സങ്കടമാണ് ഉണ്ടായത്. എനിക്കും ചെറുതായിട്ടൊരു വിഷമമുണ്ട്, കാരണം നക്ഷത്രത്തിൻ്റെ അന്നും പോകാൻ പറ്റിയിട്ട, പിറന്നാളിൻ്റെ അന്നും പോകാൻ പറ്റിയിട്ട. ഇനിയിപ്പം ഈ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണമെന്നെല്ലാം വിചാരിക്കും. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് നമുക്ക് നേരെ ഗ്രൗണ്ടിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ഒക്കെ ആരും വിളിച്ചിട്ടുണ്ടായിട്ടാ. മെയിനായിട്ട് ഉച്ചയ്ക്ക് ശേഷം പുറത്ത് പോകാമെന്നുള്ള പ്ലാനിലെല്ലാം ഉണ്ടായത്.
അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ആരും ഒന്നും വിളിച്ചിട്ടൊന്നും ഉണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ നേരത്തെ ഗ്രൗണ്ടിലേക്ക് നടന്നു. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് പെപ്പയും അലയും പറഞ്ഞു നമ്മയും വരുന്ന ഗ്രൗണ്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ കൂടി കൂട്ടി. പെപ്പ ആണെങ്കിൽ മണിക്ക് വയ്യ ഞാൻ ഗിഫ്റ്റ് തരും എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. മണിക്ക് കേക്ക് മുറിക്കുന്ന സമയത്ത് മണിക്ക് ഞാൻ ഗിഫ്റ്റ് തരും എന്നെല്ലാം. കുറേ ആയി നമ്മൾ ഫാമിലി എല്ലാവരും കൂടി പറശ്ശിനിയിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നത്, കുറേ ആയി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബർത്ത്ഡേക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് എല്ലാവരും കൂടി പറശ്ശിനിയിലേക്ക് പോവാം. പറശ്ശിനിയിൽ പോകുന്ന കുറേ ആയില്ലേ പറയുന്നത്. അപ്പോഴേക്കന്നെ തലേ ദിവസം തന്നെ ഞാനും അമ്മയും ഒരുപോലെ പീരീഡ്സ് ആയി നമ്മൾ രണ്ടാളും. അപ്പോൾ പിന്നെ പറശ്ശിനിയിൽ പോകാൻ പറ്റൂല, അതെന്തായാലും ക്യാൻസൽ ആക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയിട്ട് എല്ലാവരും ഒരുമിച്ച് പറശ്ശിനിയിൽ പോകണമെന്നുണ്ട്. അപ്പം ആ വീഡിയോ ഞാൻ എന്തായാലും എടുക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി നേരെ ഗ്രൗണ്ടിലേക്ക് നടന്നു. ഇനിയിപ്പം ഓണം വരാനായില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഈ കൃഷ്ണകിരീടെല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. കൃഷ്ണകിരീടം എന്ന് ഞാൻ പറഞ്ഞത് ഇതാ ഈ ഒരു പൂവിനെന്ന്. നമ്മുടെ നാട്ടിൽ ഇതിനെ കൃഷ്ണകിരീടം, ഹനുമാൻ കിരീടം എന്നെല്ലാം പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് പറയില്ലെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു പൂവ് എൻ്റെ വീടിൻ്റെ സൈഡിൽ കുറേ ഉണ്ട്. അധികം ഓണത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ഇടുന്നത് ഇതാ ഈ ഒരു പൂവായിരിക്കും. നല്ല ഭംഗിയാണ് കാണാനും, നല്ല വലുതായിട്ട് നല്ല റെഡ് കളറിൽ കാണാനും നല്ല ഭംഗിയാണ്. ഇതിൽ കുറേ പൂമ്പാറ്റ ഇരിക്കുന്നുണ്ട്. ഈ ഒരു പൂവ് ഇവിടെ പിടിച്ചതിന് ശേഷം ഇവിടെ കുറേ പൂമ്പാറ്റയുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ഇതാ ഗ്രൗണ്ടിലേക്ക് നടന്നു. എനിക്കാണെങ്കിൽ ഇന്ന് ഞാൻ ചെറിയൊരു ഡാൻസ് വീഡിയോ നോക്കിയിട്ടുണ്ടായിനി. അപ്പം ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. ഞാൻ സുഹൃത്താട്ടനോട് ഞാൻ ചെറുതായിട്ട് സ്റ്റെപ്പ് നിങ്ങളെ പഠിപ്പിച്ച് തരാം, നമുക്ക് എന്തായാലും കളിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായതാണ്. ഇനിയിപ്പോൾ ഈ കാലം വെച്ച് എന്തായാലും എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വീട്ടിൽ ഞാൻ സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കി, പക്ഷെ പറ്റുന്നില്ല, കാല് നല്ല വേദനയാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ നടന്നതും ഇങ്ങനെ സുഹൃത്താട്ടനെ പിടിച്ച് മുടന്തി ഞാൻ നടക്കാൻ ഒട്ടും സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല. സ്റ്റെപ്പ് കാലിന് മുകളിലേക്ക് എടുത്ത് വെക്കാനൊന്നും പറ്റുന്നില്ല, കാല് മടക്കാൻ പറ്റുന്നില്ല, നല്ല വേദനയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിൽ പോകുന്നതിനിടയിൽ ഏച്ചിയുടെ വീട്ടിലേക്കും കൂടി കയറി. ഇന്ന് ഏച്ചിയുടെയും കൂടി ബർത്ത്ഡേ ആണ്, നമ്മൾ രണ്ടാളെയും ബർത്ത്ഡേ ഒരു ദിവസമാണ്. സുഹൃത്താട്ടൻ ഭയങ്കര ഫുട്ബോൾ പ്രാന്തനാണ്. ഇപ്പം സുഹൃത്താട്ടൻ ഫുട്ബോൾ കളിക്കലുണ്ട്, പണ്ട് മുതലേ കളിക്കുന്നതാണ്. അപ്പം സുഹൃത്താട്ടൻ പറഞ്ഞു നമുക്ക് എന്നാൽ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ, എനിക്ക് അങ്ങോട്ടേക്ക് കയറണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉള്ളിലാണെങ്കിൽ നല്ല വെയിൽ കുറച്ചൊന്ന് താണിട്ട് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. പെപ്പക്കാണെങ്കിൽ മണി എനിക്ക് 6 പാക്ക് ഉണ്ട്, 6 പാക്ക് നോക്കിയേ, ശക്തി നോക്കിയെന്നേരം പറഞ്ഞിട്ട് ഓൻ്റെ മസിൽ കാണിച്ചു. ഇപ്പം കുപ്പായം പൊന്തിച്ചിട്ട് സുഹൃത്താട്ടിന് കാണിച്ചു കൊടുത്തത് എൻ്റെ 6 പാക്ക് നോക്കുമെന്ന് പറഞ്ഞിട്ട് വാരിയെല്ലാം പൊന്തിച്ചിട്ട് കാണിച്ചു കൊടുത്തു. ഓൻ്റെ കണ്ണിൽ അതാണ് ഓൻ്റെ 6 പാക്ക്. ഫസ്റ്റ് സുഹൃത്താട്ടിൻ്റെ അടുത്ത് ഒട്ടും അടുക്കുന്നുണ്ടായിട്ടാ. ഇപ്പം ചെറുതായിട്ട് സുഹൃത്താട്ടിൻ്റെ അടുത്ത് നല്ല വൃത്തിക്ക് അടുക്കുന്നുണ്ട്. സുഹൃത്താട്ടിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടായത്. സുഹൃത്താട്ടനാണെങ്കിലും അവൻ്റെ കളി കണ്ടിട്ട് ഒരേ ചിരി തന്നെ, വാരിയെല്ലാം പൊന്തിച്ചിട്ട് 6 പാക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് വെയിൽ താണപ്പം നേരെ സ്റ്റേഡിയത്തിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. ഈ മതിൽ കയറി തുള്ളിയാൽ പെട്ടെന്ന് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറാൻ പറ്റും. അപ്പം ഇത്രയും നല്ല ഉയരത്തിലുള്ള മതിലായതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാലം വെച്ച് കയറാനും പറ്റില്ല, എനിക്ക് കാല് പൊക്കാൻ ഭയങ്കര പാടുണ്ട്. അപ്പം അപ്പുറത്തേ നടക്കണമെങ്കിൽ കുറച്ചധികം നടക്കുകയും വേണം. ഫസ്റ്റ് ഞാൻ കയറാനാവോ നോക്കി, പക്ഷെ എനിക്ക് എൻ്റെ കാല് പൊന്തുന്നില്ല. ഇന്നലെ ആ വേദന പറ്റിയില്ല തന്നെ, എനിക്ക് എൻ്റെ കാല് ഭയങ്കര വേദന. ഇത്രയും ഹൈയിൽ എനിക്ക് എന്തായാലും തുള്ളാൻ പറ്റൂല. അപ്പോൾ സുഹൃത്താട്ടൻ പറയുന്നുണ്ട് ഞാൻ അപ്പുറത്ത് ഇറങ്ങിയിട്ട് നിന്നെ എടുത്തിട്ട് താഴ്ക്കിക്കാന്നെല്ലാം പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ കസേരയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ പെട്ട് നിൽക്കുന്നു, കാരണം എനിക്ക് എൻ്റെ കാല് ഒട്ടും അടങ്ങുന്നില്ല. വേദന ഭയങ്കര ഒരു കടച്ചിൽ പോലത്തെ ഒരു വേദന. ഞാനെൻ്റെ സുഹൃത്താട്ടനോട് എന്നെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ എന്നെ താഴെ ഇറക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒന്ന് താഴെ ഇറങ്ങണം, ഈ കാലം വെച്ച് താഴെ ഇറങ്ങാനും പറ്റുന്നില്ല. താഴെ ഇറക്കുന്ന ഉദ്ദേശിച്ചാൽ കസേരയിൽ നിന്ന് താഴെ ഇറക്കാൻ. ഞാൻ അപ്പുറത്തേക്ക് തുള്ളുന്നില്ല, നടന്നിട്ട് തന്നെ മെല്ലെ എങ്ങനെയൊക്കെ അങ്ങോട്ടേക്ക് വന്നോളാന്ന് വിചാരിച്ചിട്ട്. സുഹൃത്താട്ടൻ ഒരൊറ്റ വാശി, ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നിന്നെ അപ്പുറത്തുനിന്ന് എടുത്തിട്ട് കീച്ച് ഇറക്കിക്കോളാന്ന്. ലാസ്റ്റ് ഞാൻ ദേഷ്യം പിടിച്ചിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകാൻ തന്നെയാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ആക്കാം, ഏട്ടൻ ഓട്ടോ ഉണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് ആക്കാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വന്നു. റിക്ഷയിലേക്കാണെങ്കിൽ എനിക്ക് കാലെടുത്ത് വെക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ട് എങ്ങനെയല്ലോ ടൈം എടുത്ത് കാലെടുത്ത് വെച്ച് റിക്ഷയിൽ ഇരുന്ന് എങ്ങനെയല്ലോ ഇടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈടെ ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര വേദന വരലായി, എനിക്കാണെങ്കിൽ കരച്ചിൽ വരലായി. ഞാൻ പിടിച്ചു നിന്നു, എൻ്റെ വേദന ഞാൻ എങ്ങനെയല്ലോ പിടിച്ചു വെച്ചു. ഞാൻ സുഹൃത്താട്ടൻ്റെ കൈ പിടിച്ച് തന്നെ നടന്നു, മുടന്തിയാണ് ഞാൻ നടക്കുന്നത്. അപ്പം ഞാനങ്ങനെ വേദന പുറത്തേക്ക് കാണിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ നല്ല വേദനയുണ്ട്. നല്ലൊരു ദിവസം ഞാൻ കരഞ്ഞിട്ട് അത് വെറുതെ കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പരമാവധി പിടിച്ചു വെച്ചത്. ഇപ്പം എൻ്റെ ഈ നടത്തം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ വലത്തേക്കാൾ എനിക്ക് നല്ല വേദനയുണ്ട്. അങ്ങനെ ഞാനും സുഹൃത്താട്ടനും അവിടെ നിന്ന് 2-3 ഫോട്ടോ എടുത്തു. ഈ ഒരു കുഴി കണ്ട, ഇതിലൊരു ബ്ലാക്ക് കുഞ്ഞു ജീവി ഉണ്ടാവും, അതിനെ നമ്മൾ കുഴിയാനാന്ന് പറയല്. പണ്ട് മുതലേ നമുക്കിത് എടുക്കലാന്ന് പണി. അപ്പം ഞാനാണെങ്കിൽ ഇത് കുഴിച്ച് നോക്കുമ്പോൾ സുഹൃത്താട്ടൻ പറഞ്ഞു കുഴിച്ച് നോക്കുമല്ലോ വേണ്ട, അതിലേക്ക് മണ്ണിടുക വേണ്ട. അന്നേരം അതിങ്ങനെ പൊന്തി വരുന്നു. പെപ്പക്കാണെങ്കിൽ അത് കാണിച്ചു കൊടുക്കുന്നത്. പെപ്പക്ക് എന്നിട്ട് ആ ജീവനെ കണ്ടിട്ട് അതിശയം തന്നെ, അതെന്ന് മണി എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്ക് നടന്നു. വയ്യാത്ത കാലം വെച്ച് ഞാൻ നടക്കുന്നുണ്ടായത്. അപ്പം എൻ്റെ കളി കണ്ടിട്ട് സുഹൃത്തായിട്ട് ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ എടുക്കണമെന്ന്. എനിക്കാണെങ്കിൽ സുഹൃത്തായിട്ട് എന്തായാലും എന്നെ പൊന്തൂല. ഞാനിപ്പോൾ നല്ലോണം വണ്ണം വെച്ചോണ്ട് തന്നെ
എന്തായാലും സുഹൃത്തേട്ടന് കൈ വേദന എടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, എന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് സുഹൃത്തേട്ടനെ കണ്ടപ്പോൾ മൈൻഡാക്കാത്ത ആളാണ്. ഇപ്പം സുഹൃതമാമ വിളിച്ചിട്ട് വയ്യത്തെ നടക്കലായി. കുറേ നേരം സുഹൃത്തേട്ടനെ എൻ്റെ കൈ പിടിച്ച് നടക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി സുഹൃത്തേട്ടൻ ഒറ്റക്ക് നടന്നോ, ഞാൻ കുഞ്ഞാവരെയും ലച്ചുവിൻ്റെയും കൈ പിടിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ രണ്ടാളെയും കൈ പിടിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അവരെ പിടിച്ചാണ് ഞാൻ നടക്കുന്നത്. അപ്പം സുഹൃത്തേട്ടാണെങ്കിൽ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിനി. അപ്പം എൻ്റെ കൈ പിടിച്ച് നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ ആവേണ്ട, ഒറ്റക്കന്നെ നടന്നു പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ സുഹൃത്തേട്ടൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചത്. അപ്പം ബർത്ത്ഡേ വ്ളോഗ് ഞാൻ പരമാവധി ലെങ്ത്തിൽ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പരമാവധി ഞാൻ ലെങ്ത്തിൽ തന്നെ ഞാൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ എനിക്ക് നേരം എടുക്കാൻ പറ്റിയിട്ട. ഞാനാണെങ്കിൽ ഒട്ടും കയ്യാണ്ടാണ് ഞാൻ ഓരോ വയ്യത്തെ ഞാനിങ്ങനെ നടക്കുന്നത്. എങ്ങനെയല്ലോ നമുക്കപ്പുറം പോയിട്ട് 2-3 ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് പോയി. അതിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അങ്ങോട്ടേക്ക് നമുക്കൊന്നും കയറാൻ പറ്റില്ല, ഈ കളിക്കുന്ന പിള്ളേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതിനിടയിൽ ഞാൻ സുഹൃത്തേട്ടനോട് പറയുന്നുണ്ട്, സുഹൃത്തേട്ട ബോൾ അടിക്ക് പിള്ളേരപ്പുറം കളിക്കുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. സുഹൃത്തേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സുഹൃത്തേട്ടൻ ഫുട്ബോൾ കളിക്കുന്നത് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. സുഹൃത്തേട്ടൻ അധികം കളിക്കാൻ പോലുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഉണ്ടാവില്ലേ, അവർ നൈറ്റിലാണ് പോലെ. എങ്ങനെയല്ലോ ഞാനിതാ ഇപ്പറെത്തിയിട്ടുണ്ട്. അടത്യാട് ഞാൻ അവിടെ ഇരുന്നു. അപ്പം ഇരുന്നപ്പോൾ നല്ല ആശ്വാസമായി. എൻ്റെ വേദന കണ്ടിട്ട് കുഞ്ഞാവിൽ ലച്ചും അടക്ക് തടവി തരുന്ന കാല്. അപ്പം തടവുമ്പോൾ ചെറുതായിട്ട് ആശ്വാസമുണ്ട്. അതിനിടയിൽ കുഞ്ഞാവ് നീ എന്നെ അനുഗ്രഹിക്കുന്നില്ലാന്ന് പറയുന്നത്. ലച്ചുവിനോട് നീയും വേണമെങ്കിൽ അനുഗ്രഹം മേടിച്ചോ എന്നല്ല ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ആടുന്ന ഓരോ വർത്താനം പറഞ്ഞാൽ ചിരി. സുഹൃത്തേട്ടനും പെപ്പയാണെങ്കിൽ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് കളിക്കുകയെന്ന്. നമ്മ മെല്ലെ വരാം, നിങ്ങൾ അവിടെ പോയിട്ട് കളിച്ചോ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊന്ന് വേദന കുറഞ്ഞപ്പം, വേദന കുറവൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് കുറച്ച് ഇരുന്നപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിനി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് നടന്നു. വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏട്ടൻ നമ്മളെ കൊണ്ടാക്കിയിട്ട് നേരെ അവിടെ ട്രിപ്പ് അവിടെ പോയി. വീട്ടിൽ നമ്മൾ മെല്ലെ നടന്നു. നടക്കാനാണെങ്കിൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. വീട്ടിലെത്തിയാടെ ഞാൻ കരഞ്ഞു. എനിക്കാണെങ്കിൽ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ വന്നിട്ട് ഓയിൽമെൻറ്റ് തേച്ചു തന്നു. എനിക്കാണെങ്കിൽ കാലിൻ്റെ മുട്ടാൻ പോലും പറ്റുന്നില്ല. ഞാൻ കരയണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം നല്ലൊരു ദിവസം തന്നെ കരഞ്ഞിട്ട് എല്ലാവരും മൂഡ് കളയണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ കരഞ്ഞു. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിട്ടാ. അപ്പം സുഹൃത്തേട്ടൻ അച്ഛനും പറഞ്ഞു നമുക്കെന്നാൽ ചോറെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് നേരെ ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അമ്മയാണെങ്കിൽ രാവിലെ എണീച്ച് ഫുഡെല്ലാം ആക്കിയതിന് ശേഷം അമ്മക്ക് ചെറുതായിട്ട് പനി പോലെ. ഇന്നലെ മുതലേ ഒരു ചെറിയൊരു ചീക്ക് പോലെ ഉണ്ട്. ഇന്നാണെങ്കിൽ ഉച്ചക്കെല്ലാം ശേഷം നമുക്ക് നല്ല പനി വന്നു. അങ്ങനെ ചോറെല്ലാം വെച്ചതിന് ശേഷം ഞാനും അച്ഛനും സുഹൃത്തേട്ടനും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. കാറിൽ ഞാൻ എങ്ങനെയാണ് ഇരുന്നത് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്കാണെങ്കിൽ കാല് നീട്ടി വെക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, കാല് മടക്കാൻ ഒട്ടും പറ്റുന്നില്ല. എങ്ങനെയല്ലോ ഞാൻ കാറിൽ സുഹൃത്തേട്ടൻ അച്ഛനെല്ലാം എങ്ങനെയല്ലോ പിടിച്ച് കാറിൽ എങ്ങനെയല്ലോ ഇരുത്തി ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോഴേക്കും ഡോക്ടർ വന്നിട്ടുണ്ടായിട്ടാ. നമ്മയാണെങ്കിൽ ഒരു 2:15 ആ ഒരു ടൈമാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഡോക്ടർ 3:30 വരെ ഇല്ലു. ആരാണെങ്കിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിനി. നമുക്ക് 11ാമത്തെ ടോക്കണാണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ സുഹൃത്തേട്ടൻ പറഞ്ഞു അതുവരെ നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് ഡോക്ടർ വന്നോന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് സുഹൃത്തേട്ടൻ അങ്ങോട്ടേക്ക് പോയി. ഞാൻ അതുവരെ കാറിലിരുന്നു. ഞാൻ കാറിലിരിക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിട്ടാ. എനിക്കാണെങ്കിൽ ആ കാലിൻ്റെ വേദന, എൻ്റെ ശരീരം ഒട്ടാകെ ഒരു വേദന പോലെ, ഛർദ്ദിക്കാൻ വരുന്നത്, അതുപോലെ തന്നെ പനി വരുന്ന പോലെ. പനി എനിക്ക് തോന്നുന്നു, എനിക്ക് വേദന വരാൻ തോന്നുന്നു. ചെറുതായിട്ട് ഇങ്ങനെ പനി പോലെയുണ്ട്. ആകെ ഒരു അസ്വസ്ഥതയാണ് ഉണ്ടായത്. ഇപ്പോൾ സുഹൃത്തേട്ടനാണെങ്കിൽ നമുക്ക് 11ാമത്തെ ടോക്കണാണ്, ഡോക്ടർ വരണത്രയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുവരെ നീ കാറിൽ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അതുവരെ ഞാൻ കാറിൽ തന്നെ ഇരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരെ പോയിട്ട് സാറിന് ഹോസ്പിറ്റലിൽ പോയിട്ട് എക്സ്റേ എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു. സുഹൃത്തേട്ടനാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കാല് തടവി തരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല. എനിക്ക് കാറിലിരിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ കാല് ചെറുങ്ങനൊന്ന് അനങ്ങുമ്പോൾ പോലും എനിക്ക് വേദന എടുക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ പോയി എക്സ്റേ എടുത്തു. വേദന എങ്ങനെയെങ്കിലും ഒന്ന് ഉച്ചയ്ക്ക് ശേഷം കുറഞ്ഞ് കിട്ടണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചതാണ്. എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും കടങ്ങളിൽ കറങ്ങാൻ പോകാന്നുള്ള പ്ലാനിലെല്ലാം ഉണ്ടായതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നില്ലെന്ന് ഞാൻ മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതെന്താണെന്ന് എനിക്ക് ഇങ്ങനെ പറ്റിയപ്പോൾ എനിക്ക് പോലും അറിയില്ല. നല്ലൊരു ദിവസം ഇങ്ങനെയെല്ലാം പറ്റുന്നത് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഞാൻ രാവിലെ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വേദന കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഓൽമര് തടയി പിടിപ്പിച്ചിനി. പക്ഷെ ഒരു കുറവുമില്ല. അപ്പം എക്സ്റേ എടുത്ത സമയത്ത് ചെറുതായിട്ടൊരു പൊട്ടൽ പോലെയുണ്ട്. അപ്പം എന്തായാലും ബാൻഡേജ് ഇടാണ്ട് കാര്യം നടക്കില്ല. അങ്ങനെ നമ്മൾ എക്സ്റേ എടുത്തിട്ട് എങ്ങനെയല്ലോ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. ഒട്ടും നടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നഴ്സുമാരനെ അന്ന് എക്സ്റേ റൂമിലേക്ക് ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ എക്സ്റേയിൽ എടുത്തതിന് ശേഷം ഞാൻ നേരത്തെ വണ്ടിയിൽ എങ്ങനെയല്ലോ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പം ഇത്ര നേരം ഞാൻ വേദന എങ്ങനെയല്ലോ കടിച്ച് പിടിച്ചുകൊണ്ട് തന്നെ എൻ്റെ വേദന ഇവരാരും ഞാൻ കാണിച്ചിട്ടുണ്ടായിട്ടാണ്. എന്താ വെച്ചാൽ ഇന്നത്തെ ഈ ഒരു നല്ലൊരു ദിവസം കയ്യിട്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒട്ടും പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയും ആയപ്പോൾ അത്ര അച്ഛനും സുഹൃത്തേട്ടനും എന്നോട് പറയുന്നു അപ്പോൾ ഇത്രയും വേദന ഉണ്ടായില്ലെന്ന് എനിക്ക്. നമുക്കത് മനസ്സിലായിട്ടാണ്. നീ ഇത്ര നേരം നീ ഒന്നും പറയാത്തതുകൊണ്ടാണ് നമുക്കൊന്നും മനസ്സിലായിട്ടാന്നുള്ളത്. ഞാൻ നല്ലൊരു ദിവസം ഇങ്ങനെ കളയണ്ട, ഹോസ്പിറ്റലിൽ ചിലവഴിച്ച് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര നേരം മിണ്ടാണ്ടുന്നത്. പക്ഷെ ഒട്ടും മിണ്ടാണ്ടെന്നാൽ എനിക്ക് എൻ്റെ കാലേ അങ്ങ് പൂട്ടി. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടിൽ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ എക്സ്റേ എടുത്ത് തിരിച്ച് നമ്മൾ നേരെ ഡോക്ടറെ അടുത്തേക്ക് പോയി. ഇനിയിപ്പോൾ ഇടുന്ന ഈ ഒരു സാധനം ഇടുമ്പോൾ എന്തായാലും നല്ല വേദന ഉണ്ടാവും. എനിക്കാണെങ്കിൽ കാല് മുട്ടാൻ പോലും പറ്റുന്നില്ല. അപ്പം ഇവർ കാലിനിടുന്ന സമയത്ത്
ഞാനാണെങ്കിൽ ഇങ്ങനെ സൗണ്ടെല്ലാം ആകുന്നില്ല, എനിക്ക് നല്ല പേടിയുണ്ട്, കാല് മുട്ടാൻ ഒട്ടും പറ്റുന്നില്ല. എൻ്റെ കാൽമുട്ടിൻ്റെ അടിയിൽ ഒരു താങ്ങ് പിടിക്കാണ്ട് എനിക്ക് കാല് പൊക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ബാൻഡേജും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം അച്ഛൻ അവരോട് ചോദിക്കുന്നുണ്ട് ഒരു 10 ദിവസമല്ലേ ഇടേണ്ടി വരുമല്ലോ എന്ന്. അപ്പം അവർ പറയുന്നുണ്ട് 10 ദിവസമല്ല, അതിലും കൂടുതൽ എന്തായാലും ഇടേണ്ടി വരും, എന്തായാലും റെസ്റ്റ് വേണം, ഒട്ടും അനങ്ങണ്ട, ഇരുന്നിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തിയാടും ഞാൻ പായസം കുടിച്ചു. ഞാനാണെങ്കിൽ ഉച്ചക്ക് ചോറ് പോലും മര്യാദ കഴിച്ചിട്ടുണ്ടായിട്ട് ഒരു വേദന കൊണ്ട് എനിക്ക് ആകെ ഒരു കിളി പോയ പോലെയാണ് ഉണ്ടായത്. പെപ്പാണെങ്കിൽ എൻ്റെ കാലെല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് ഡോക്ടർ സെറ്റെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം എൻ്റെ പേടി, എനിക്കാണെങ്കിൽ ബാത്റൂമിൽ ഇരിക്കാനൊന്നും ഒട്ടും പറ്റുന്നില്ല. യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ പോലും എനിക്കിരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദനയുണ്ട്. അപ്പം അതാണ് എനിക്കൊരു പേടി, ഞാൻ എങ്ങനെയാണ് കുളിക്കൽ, ഞാൻ എങ്ങനെയാണ് ബാത്റൂമിൽ പോലെ എന്നില്ല ഒരു പേടി എനിക്ക് നല്ലോണം ഉണ്ടായിനി. അപ്പോൾ കുഞ്ഞാവ് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ കുളിപ്പിക്കാം, ഞാൻ എനിക്ക് ഡ്രസ്സ് അയച്ചുതരാമെന്നല്ലേ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു പേടി, എനിക്ക് വേദന നല്ലോണം ഉണ്ട്, കാലം ഒട്ടും അടങ്ങുന്നില്ല. അപ്പം ഞാൻ എങ്ങനെയല്ലോ, ഞാനിപ്പോൾ ഇട്ടത് ജീൻസാണ്, ജീൻസ് എങ്ങനെ നയിക്കലെന്നുള്ള പേടി പോലും എനിക്ക് ഉണ്ടായിനി. അങ്ങനെ എങ്ങനെയല്ലോ ഞാൻ ജീൻസ് അയച്ച് കുളിച്ചു. കാലിങ്ങനെ ആയതുകൊണ്ട് ഞാൻ മാക്സിയാണ് എടുത്തിട്ടിട്ടുണ്ടായത്, വേറൊരു ഡ്രസ്സും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. പാൻറ്റും എനിക്ക് എന്തായാലും ഇടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാക്സിന് ഇടാൻ വിചാരിച്ചു. ഇനിയിപ്പം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഡ്രസ്സ് മാറ്റണം എന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല. എനിക്ക് മാറ്റാൻ പറ്റുവാണെങ്കിൽ ഞാൻ മാറ്റും, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നീ മാക്സി ഇട്ടുണ്ടെങ്കിൽ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വൈകുന്നേരം എല്ലാവരും കൂടി കുറേ നേരം പുറത്തിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ, ഇത്ര നാൾ ഈ നടന്നതിൻ്റെ സുഖം ഇപ്പാന്ന് മനസ്സിലാവുന്നു. ഇത്ര നാൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നിനി, ഇപ്പം വെറുതെ ഇരിക്കുമ്പോഴാണ് ഗണേച്ച് നടക്കാൻ തോന്നുന്നു. ഒരു സന്ധ്യ ആയപ്പം സുഹൃതാട്ടനും ഹാഷിയും കൂടി നേരെ കേക്ക് കാണിക്കാൻ വേണ്ടി പോയി. കുഞ്ഞാവ് പറഞ്ഞു കേക്ക് എൻ്റെ വകയാണെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും കൂടി കേക്ക് കാണിക്കാൻ വേണ്ടി പോയി. ഇതിനിടയിൽ നല്ലൊരു ഇടി വന്ന സമയത്ത് നമ്മൾ ടി വി പോകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പം അധികം ലാപ്പിൽ തന്നെയാണ് കാണൽ. സിനിമ ആയാലും അച്ഛൻ അധികം ഒരു ദൈവത്തിൻ്റെ സീരിയൽ കാണുന്നൊരു സ്വഭാവമുണ്ട്, അധികം കാണും വൈകുന്നേരം. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഈ ഒരു കുഞ്ഞാവരെ ലാപ്പിലാണ് അച്ഛൻ കാണൽ. അച്ഛനാണെങ്കിൽ കടുത്ത മോഹൻലാൽ ഫാനാണ്, മോഹൻലാൽ, പൃഥ്വിരാജ്, ഇവരുടെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സുഹൃത്തായിട്ട് ഇങ്ങനെ ഓരോ സിനിമ പറയുന്നുണ്ട്, അച്ഛൻ ആ സിനിമ വെക്ക്, ഈ സിനിമ വെക്ക്, അത് നല്ല അടിപൊളിയാണെന്നെല്ലാം പറയുന്നുണ്ട്. ലാസ്റ്റ് അച്ഛൻ ഓരോ സിനിമ പറഞ്ഞുകൊടുത്ത് അച്ഛൻ പറയുന്നുണ്ട് എന്നാൽ പിന്നെ സുഹൃത്ത് പറഞ്ഞ സിനിമ തന്നെ വെക്കുക എന്ന് പറയുന്നുണ്ട്. ഏതോ ഒരു മോഹൻലാലിൻ്റെ എന്തോ ഒരു പ്രേതത്തിൻ്റെ സിനിമ പറഞ്ഞിട്ട് അത് വെക്കാന്ന് പറയുന്നുണ്ട്. കുറച്ചൊരു പഴയ സിനിമയാണ് അച്ഛൻ കാണലും, ഫുള്ള് പഴയ സിനിമയാണ്. കൂടുതലും കാണൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തന്നെയാണ്. അച്ഛൻ പണ്ടേ കണ്ട സിനിമയെല്ലാം ഒന്നുകൂടി എടുത്ത് കാണും. അച്ഛന് പഴയ സിനിമയാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. ഇപ്പോഴത്തെ സിനിമയൊന്നും രസമില്ല, ഇപ്പോഴത്തെ സിനിമയിലൊന്നും കഥയില്ല എന്നല്ല അച്ഛൻ പറയല്. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്കും ഈ ഒരു പവിത്രം, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ പവിത്രം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ സിനിമേനേക്കാളും കൂടുതൽ ഇഷ്ടം പണ്ടത്തെ സിനിമ തന്നെയാണ്. പണ്ടത്തെ സിനിമയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ സിനിമയിൽ നമുക്കിങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. അപ്പം എനിക്ക് അങ്ങനെ പവിത്രം അതുപോലത്തെ സിനിമയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുഹൃത്തായിട്ട് നേച്ചറെ വീട്ടിൽ വരലില്ലേ എന്നുള്ള കമൻസ് എല്ലാം ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിനി. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഡൗട്ടും കൂടി ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ സുഹൃത്താട്ടൻ്റെ വീട്ടിലും പോലുണ്ട്, സുഹൃത്താട്ടൻ എൻ്റെ വീട്ടിലും വരലുണ്ട്. ഇപ്പം ചില സമയത്തെല്ലാം സുഹൃത്താട്ടൻ എൻ്റെ വീട്ടിൽ വരുമ്പം ഞാനിങ്ങനെ ചിന്തിക്കും പണ്ട് എത്രത്തോളം പ്രശ്നം ഉണ്ടായിനെന്നുള്ളത്. നമ്മൾ റിലേഷനുള്ള സമയത്ത് ഫസ്റ്റ് ഞാൻ സുഹൃത്താട്ടനെ പരിചയപ്പെടുന്നത് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ്, അതായത് തലൈകര വീട്ടിൽ നിന്നാണ്. അപ്പുറത്തേക്ക് സുഹൃത്താട്ടൻ വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത്. അപ്പം ആ പ്രേമിക്കുന്ന സമയത്തെല്ലാം കുറേ പ്രശ്നം ഉണ്ടായിനി. എൻ്റെ വീട്ടിൽ ഒരിക്കലും സുഹൃത്തായിട്ട് അക്സെപ്റ്റ് ചെയ്യില്ലെന്ന് വിചാരിച്ചാണ്. അപ്പം ഇവരെൻ്റെ വീട്ടിൽ കാണുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും ഇപ്പം എൻ്റെ വീട്ടിലെത്തിയില്ലേ എന്നുള്ളത്. അതിനിടയിൽ നമ്മൾ കുറേ നേരം ഈ ഒരു റിലേഷൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിനി. അതെല്ലാം ഇപ്പോൾ ഓർക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പം ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടാ എൻ്റെ വീട്ടിൽ ഓക്കെ ആവുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടാ. കുഞ്ഞാവതിനിടയിൽ തമാശക്ക് സുഹൃത്താട്ടോട് ചോദിക്കുന്നുണ്ട് ഇപ്പം തോന്നുന്നുണ്ട് ചേച്ചിനെ കഴിക്കണ്ടായിരുന്നോ എന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ സുഹൃത്താട്ടൻ പറയുന്നുണ്ട് എനിക്ക് ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിപ്പോൾ എൻ്റെ അടുത്തായാലും പറയും ഞാൻ എന്തായാലും നിന്നെ ഒഴിവാക്കൂല, അഥവാ നീ എന്നെ ഒഴിവാക്കിയാലും ഞാൻ പോയി ചാവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. നീ ഇല്ലാണ്ട് എനിക്കാവൂല, നീ എന്നെ ഒഴിവാക്കിയാൽ ഞാൻ പോയി ചാവും, അങ്ങനെയെല്ലാം പറയും. അതിപ്പോൾ എനക്കായാലും അങ്ങനെ ഇട്ട് എന്തായാലും എനിക്ക് ഇവർ ഒഴിവാക്കിയിട്ട് എനിക്ക് എന്തായാലും ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് ആ പ്രേമിക്കുന്ന സമയത്തുണ്ടായ ഇഷ്ടം എത്രത്തോളാണോ അതേ ഇഷ്ടം ഇപ്പം നല്ല രീതിയിൽ തുടർന്ന് പോകുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. സുഹൃത്താട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നീ എന്നെ ഒഴിവാക്കി ഞാൻ ചാവുന്നെല്ലാം പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം എന്നോട് അത്രത്തോളം ഇഷ്ടമുണ്ടല്ലോ എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിക്കും. അങ്ങനെ നമ്മൊരു സന്ധ്യ ആയപ്പം നമ്മളെല്ലാവരും കൂടി ചായ കുടിച്ചു. സുഹൃത്താട്ടൻ ഈ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മക്കാണെങ്കിൽ സുഹൃത്താട്ടൻ വീട്ടിലേക്ക് വന്നാൽ ഈ സുഹൃത്താട്ടൻ്റെ വയറ് നിറക്കാണ്ട് സമാധാനമാവില്ല. ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം എടുത്തു കൊടുക്കും. ഇത് കഴിക്കും മോനെ എന്ന് പറഞ്ഞാൽ ഇത് അമ്മമ്മ എടുത്തു കൊടുക്കും. ഈ വീഡിയോയിൽ നിങ്ങിപ്പം അച്ഛനും അമ്മനെയും കാണാത്തത് അവർ രണ്ടാളും സൈഡായി. അച്ഛനും പനി വന്നു, അമ്മക്കും പനി വന്നു. അമ്മക്ക് നല്ല പനിയാണ്, അമ്മ അവിടെ മൂടി പൊതിച്ച് കിടക്കുകയെന്ന്. ഇനിയിപ്പം ജൂൺ 16 വന്നാൽ അമ്മയുടെ ബർത്ത്ഡേയും കൂടിയായി. ബർത്ത്ഡേ ഈ മാസം ആകെ ഫുള്ളൊരു ഫ്ലോപ്പായ പോലെയാണ്. ഒന്നാമത് മഴക്കാലമായതുകൊണ്ട് എല്ലാവർക്കും പനി പിടിച്ചു.
ഇപ്പം എല്ലായിടത്തും പനിയാണ്. അപ്പുറം അലേഖയുടെ അമ്മക്ക് നല്ല പനിയായിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് എല്ലാം കയറിയിട്ട് വന്നു. എല്ലാവർക്കും നല്ല പനിയാണ്. അച്ഛനും അമ്മ ഇപ്പം റൂമിൽ കിടക്കുകയെന്ന്. പനി എല്ലാവർക്കും പകരണ്ടാന്ന് വിചാരിച്ചിട്ട് അവരതിനുള്ളിൽ തന്നെ കിടക്കുകയെന്ന്. എനിക്കാണെങ്കിൽ ഈ കാലിൻ്റെ വേദന മേല് ഫുള്ള് ഉണ്ടായിട്ട് തന്നെ ഒന്ന് എങ്ങനെയെങ്കിലും കുറച്ചു നേരം പോയി കിടന്നുറങ്ങണമെന്നുണ്ട്. പക്ഷെ ബർത്ത്ഡേ അന്ന് തന്നെ കിടന്നുറങ്ങാനാണെങ്കിൽ ഒരു മടിയും. ബർത്ത്ഡേ നമുക്ക് ആകെ വർഷത്തിലൊരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഓരോ സമയം വിലപ്പെട്ടതല്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നേരെ പോയി കേക്ക് കൂടി കട്ട് ചെയ്യണം. അതിനിടയിലാണ് പെപ്പ മണി ഇത് എൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നത്. ഇതാണ് എന്നോട് രാവിലെ പറഞ്ഞത്, മണി കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഗിഫ്റ്റ് തരുമെന്ന്. അപ്പം ഇവൻ ഗിഫ്റ്റ് തന്നപ്പോൾ എനിക്കെന്ത് ഭയങ്കര സന്തോഷമായി. എന്നോട് ഇല്ലെങ്കിലേ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും വൈകിപ്പിക്കണ്ട, നേരെ പോയി കേക്ക് കട്ടാന്ന് വിചാരിച്ചു. ഇതിന് ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരെയും നോക്കിയെന്ന് ഇവരെന്തിനാണ് ഇവിടെ ലേറ്റ് വെച്ചത്, എന്നാണ് ഇവിടെ നടക്കുന്നില്ല, ഇതൊന്നും ഓനും മനസ്സിലാവുന്നില്ല. ആദ്യം ഞാൻ ഇട്ടിട്ടില്ല ഈ ഒരു മാക്സി മാറ്റാന്നാണ് വിചാരിച്ചത്. എന്താ വെച്ചാൽ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ടിരിക്കാന്ന് വിചാരിച്ചതാണ്. വേറെ 2 ടോപ്പ് കൂടി മേടിച്ചിട്ടുണ്ട്. കുറച്ച് ലൂസ് ഉണ്ട്, എന്നാലും ഇടുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പം ഞാനത് ഇടാന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതിന് പാൻറ് ഇടണമെങ്കിൽ ഈ കാലം വെച്ച് എനിക്ക് പറ്റൂല. അതിനിടേണ്ട പാൻറ് ലെഗിൻസാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും ഈ മാക്സി ഇട്ട് തന്നെ കട്ട് ചെയ്യാൻ വിചാരിച്ചു. എനിക്ക് ഇതുപോലത്തെ ലൂസ് ടൈപ്പ് ഡ്രസ്സ് മാത്രമേ ഇടാൻ പറ്റുന്നില്ല. കാലൊട്ടും എനിക്ക് അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും ഈ മാക്സി ഇട്ട് തന്നെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ എണീച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും ചീത്ത പറയുന്നുണ്ട്. ഞാൻ പിന്നെ ഇന്നത്തെ ഒരു ദിവസം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പരമാവധി ആക്റ്റീവ് ആവാൻ നോക്കുന്നത്. ഇനിയിപ്പോൾ നാളെ മുതൽ വേണം നല്ലൊരു റെസ്റ്റ് എടുക്കാൻ. അപ്പം എനിക്ക് തോന്നി ഇനി എന്തായാലും വീഡിയോ വരുന്നതെല്ലാം കുറവ് തന്നെയായിരിക്കും. ഈ കാലം വെച്ച് എനിക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റൂല. ഞാൻ ഏറ്റവും ഫസ്റ്റ് ചിന്തിച്ചത് ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യം തന്നെ, ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കലെന്നുള്ളത്. അത്ര പോലും അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. ബാത്റൂമിൽ ആവശ്യത്തിന് പോവുക, നേരെ പോയി റെസ്റ്റ് എടുക്കുക, അത്ര പോലും അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അനങ്ങാൻ പാടെങ്കിൽ വീട്ടിൽ നിന്നായാലും എനിക്ക് ചീത്ത കിട്ടുന്നുണ്ട്. അങ്ങനെ കേക്ക് കട്ടാൻ വേണ്ടി കേക്കിൽ ഇതാ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും വീഡിയോ പരമാവധി ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും വീഡിയോ ഇടാൻ എന്തായാലും പറ്റൂല. ഇത്ര നാൾ ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടുണ്ടായിനി. ഇനിയിപ്പം ഡെയിലി ഒന്നും ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എന്തായാലും വീഡിയോ എടുത്തിടുന്നതായിരിക്കും. ഇനിയിപ്പോൾ നാളെ മുതൽ നല്ല റെസ്റ്റ് എന്തായാലും വേണ്ടി വരും. എനിക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കുറേ നേരം നടന്നുകൊണ്ട് തന്നെ കാല് നല്ല വേദന വരുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അച്ഛനും അമ്മയും കൂടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ അവർ പിന്നെ കുഞ്ഞുങ്ങൾക്കും കൂടി പനിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തത്. അമ്മക്കെല്ലാം നല്ല പനിയാണ്, അമ്മ അടമൂടി പൊതിച്ച് കിടക്കുകയാണ്. ഡെയിലി എൻ്റെ വീഡിയോസിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നുള്ളത് എനിക്കറിയാം. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം ഞാനിനി വീഡിയോ ഡെയിലി ഉണ്ടാവില്ല എന്ന് പറയുമ്പം കുറച്ചെങ്കിലും വിഷമം വരുന്ന ആൾക്കാരുണ്ടാവുന്നുള്ളത് എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരമാവധി എങ്ങനെയെങ്കിലും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. പറ്റുമോയെന്ന് അറിയില്ല. എന്താ വെച്ചാൽ ഇരുന്നെടുക്കുന്ന എണീക്കാൻ പോലും പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. എന്നാലും ഞാൻ എന്തെങ്കിലുമായിട്ട് ചെറിയ ചെറിയ കണ്ടന്റെല്ലായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. പൂർവാധിക ശക്തിയോടെ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. കേക്ക് കിട്ടിയതിൻ്റെ ഡാൻസാണ് ഇപ്പം ത്രിതുവിൻ്റെ അടുക്ക് നീ കാണാൻ പറ്റിയതാ. അങ്ങനെ എല്ലാവർക്കും കേക്കെല്ലാം കൊടുത്തു. അച്ഛനാണെങ്കിൽ മധുരം അങ്ങനെ പറ്റൂല, അച്ഛന് മധുരം കഴിച്ചുകൂടാ. അതുകൊണ്ട് അച്ഛൻ കഴിച്ചിട്ടുണ്ടായിട്ട് അച്ഛൻ പറഞ്ഞു എനിക്ക് വേണ്ട മോളേന്ന് പറഞ്ഞു.
അങ്ങനെ കേക്കെല്ലാം കെട്ടിയതിന് ശേഷം നമ്മ എല്ലാവരും കൂടി നേരത്തെ ഫുഡ് കഴിക്കാനിരുന്നു. ചപ്പാത്തിയും നെയ്ച്ചോറും കൂടിയാണ് ആക്കിയിട്ടുണ്ടായത്. നമ്മ എല്ലാവരും ചപ്പാത്തിയാണ് എടുത്തത്. എനിക്കാണെങ്കിൽ അത്ര വലിയൊരു വിശപ്പ് ഉണ്ടായിട്ടാ. ഇന്ന് വിശപ്പേ ഉണ്ടായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു അവസ്ഥ കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ പോലും തോന്നാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് കാലെല്ലാം ശരിയായിട്ട് ഞാൻ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയും, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം. ഓക്കെ, ബൈ.